നമ്മൾ അഞ്ചുരുളി ടണലിൻ്റെ കാഴ്ചകൾ കാണാൻ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ടണലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല, അടച്ചിരിക്കുകയാണ്. ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുകയുമാണ്. നമുക്ക് ഈ കാണുന്ന വഴിയെ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ കാണുവാനായി ഇറങ്ങാം. ഇവിടെ നിന്നും ഇടുക്കി ജലാശയത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നത് അഞ്ചുരുളിയുടെ മറ്റൊരു പ്രത്യേകതയുമാണ്. നമുക്കിവിടെ നിന്ന് ടണലിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാഴ്ച കാണാം. നല്ല വെള്ളമുണ്ട്. ടണലിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇടുക്കി ഡാമിലേക്ക് പതിക്കുന്ന കാഴ്ചയാണിത്. ഇരട്ടയാർ ഡാമിൽ നിന്നും കൂടുതൽ ജലം തുറന്നു വിട്ടിരിക്കുന്നതിനാലാണ് ഇപ്പോൾ വെള്ളം ഇത്രയും കൂടുതൽ. ഇടുക്കി ഡാം പദ്ധതിയുടെ 3ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി ഈ ജലസംഭരണിയിലേക്ക് ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന ജലം ശേഖരിക്കുന്നതിനായി ഇരട്ടയാറ്റിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി അഞ്ചുരുളി ടണൽ വഴി ഇടുക്കി ജലാശയത്തിലേക്ക് ജലം എത്തിക്കുന്നു. ഇടുക്കി ഡാമിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ഇവിടെയെല്ലാം വെള്ളം കയറിയിട്ടുമുണ്ടാവും. ഈ ജലാശയത്തിൽ 5 മലകൾ ഉരുളി കമഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികൾ ഇട്ട പേരാണ് അഞ്ചുരുളി എന്നത്.